നമ്മുടെ പാടത്തുനിന്ന് കൊയ്ത്താണ്. മെഷീനിൽ കൊയ്ത നെല്ല് കുറേശ്ശായി ട്രാക്ടറിലോട്ട് മാറ്റും. ട്രാക്ടർ എന്ന് പറയുമ്പോൾ പറമ്പിൽ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തും. ഇന്നത്തെ കാലത്ത് ഒറ്റ ദിവസം കൊണ്ട് പാടത്തെ നെല്ല് പറമ്പിലെത്തും. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ വീട്ടിൽ കൊയ്ത്ത് ശരിക്കൊരു ഉത്സവമായിരുന്നു. രാവിലെ നെൽച്ചെടിയൊക്കെ അരിഞ്ഞ് കറ്റ കെട്ടും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം വീട്ടിലെത്തിച്ച് അത് തല്ലി നെല്ല് വേർതിരിക്കും. ഇതേ പരിപാടി ഏകദേശം ഒരാഴ്ചയോളം ഉണ്ടാവും കേട്ടോ. ഈ നെല്ലൊക്കെ കാറ്റത്തിട്ട് വൃത്തിയാക്കി ബാക്കിയുള്ള വൈക്കോലുകൊണ്ട് കൂന കിട്ടും. ആ വൈക്കോല് നമ്മൾ വീണ്ടും ഒരു തവണ കൂടെ വൃത്തിയാക്കുമ്പോൾ കുറച്ചുകൂടെ നെല്ല് കിട്ടും. പിന്നീട് വൈക്കോലൊക്കെ നനയാതെ തൊഴുത്തിൻ്റെ സൈഡിൽ സൂക്ഷിച്ച് വെക്കും. ഈ വൈക്കോൽ കൂനയിലാണ് നമ്മൾ മാങ്ങയൊക്കെ പഴുക്കാനായിട്ട് എടുത്ത് വയ്ക്കാറ്. ഇന്ന് അതൊക്കെ വെറും ഓർമ്മ മാത്രമായി കേട്ടോ. മെഷീൻസൊക്കെ വന്നതോടെ ഈ ജോലികളൊക്കെ വളരെ ഈസിയായി. നമ്മുടെ സ്കൂൾ അടയ്ക്കുന്ന സമയത്താണ് കൊയ്ത്തൊക്കെ ഉണ്ടാവാറ്. അപ്പോൾ കൊയ്യാൻ വരുന്ന ചേച്ചിമാരുടെ കൂടെ കഞ്ഞി കുടിക്കുന്നതും ചായ കുടിക്കുന്നതൊക്കെ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഇന്നത്തെ തലമുറയിൽ എത്ര പേർക്ക് അതൊക്കെ അറിയുമെന്ന് തന്നെ സംശയമാണ്. അങ്ങനെ നമ്മളും കൊയ്തു. ഏട്ടനാണെങ്കിൽ പാടത്താണ് കേട്ടോ. ഞാനും കുഞ്ഞും വെയിലൊന്നും കൊള്ളാതിരിക്കാനായിട്ട് നെല്ലിട്ട പറമ്പിൻ്റെ തൊട്ടടുത്തുള്ളൊരു തണലെത്തിരിപ്പാണ്. നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് അധികം സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നു. മാങ്ങ, പപ്പായ, അങ്ങനെ. ഇടയ്ക്ക് കഴിക്കുന്നതിൽ മാത്രം ഞാൻ കുറച്ച് അധികം ശ്രദ്ധിച്ചപ്പോൾ അവൾ മണ്ണിൽ കളി തുടങ്ങി. ടി വിയും ഫോണൊന്നും ഇല്ലാത്ത നമ്മുടെ നല്ല കുട്ടിക്കാലമൊന്നും അവർക്ക് എന്താണെങ്കിലും കിട്ടാൻ പോകുന്നില്ല. അവരും ഇങ്ങനെ മണ്ണിലെങ്കിലും കളിച്ച് തന്നെ വളരട്ടെ അല്ലേ.